സിന്ദൂരച്ചെപ്പ്. രചന അശ്വതി മാധവ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തകർന്ന ഹൃദയവുമായിട്ടാണ് കീർത്തി റൂമിലേക്ക് വന്ന് ജീവനേക്കാളേറെ സ്നേഹിച്ച ഒരുത്തനാണ് തന്നെ ഇന്ന് തള്ളിപ്പറഞ്ഞ് അതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ മിഴിച്ചു നിൽക്കുമ്പോൾ ഇനി നിന്നെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് അവൻ നടന്നകന്നു. സഹിക്കാനാവുന്നില്ല. എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചവനാണ് നിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചത്. മനസ്സും ശരീരവും ഒരുപോലെ നീറുന്ന ഓർമ്മ. കുറെ നേരം ഷവറിന്റെ ചോട്ടിൽ നിന്നു. എന്നും അങ്ങനെയാണ്. എന്ത് സങ്കടം വന്നാലും ഈ ഷവറിന്റെ ചോട്ടിലേക്ക് ഓടിയെത്തും. കരഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുപോലും അറിയില്ലല്ലോ. ഇനി എന്തിനെ ജീവിച്ചിരിക്കണമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് ഓർമ്മ വന്ന്. ഒരു ബ്ലേഡ് എടുത്ത് കയ്യിലും ഞരമ്പ് മുറിച്ച മാത്രം ഓർമ്മയുണ്ട്. മരണത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിലും കൂടെ ഉണ്ടായിരുന്നത് അവന്റെ മുഖമായിരുന്നു. ജീവനേക്കാളേറെ താൻ സ്നേഹിച്ച തന്റെ മാത്രമെന്ന് വിശ്വസിച്ചിരുന്ന അവന്റെ മുഖം. പക്ഷേ കണ്ണിൽ നിന്ന് നടന്നു വീണ അവസാന കണ്ണുനീർത്തുള്ളിൽ ആ മുഖം അരിഞ്ഞില്ലാതാവുന്നത് താൻ അറിഞ്ഞു. കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കുറെ മാലാഖമാരെയാണ്. ഉണരാൻ വൈകിയത് എന്താണെന്നാണ് അവരുടെ ചോദ്യം. മരിച്ചിങ് എത്തേണ്ടെന്നാണ് ഞാൻ മനസ്സിൽ പറഞ്ഞത്. എന്നാലും ഞാൻ എൻ്റെ ഉള്ളിൽ എല്ലായിടത്തും അന്വേഷിച്ചു. മരണത്തിന് തൊട്ടുമുമ്പുള്ള പ്രണയ നൈരാശ്യത്തിന്റെ ബാക്കി എവിടെയെങ്കിലും കുത്തി നോവിക്കുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ എനിക്ക് മനസ്സിലായില്ല. ഏതോ മാലാഖ പറയുന്നു കേട്ടു. കീർത്തിക്ക് ബോധം തെളിഞ്ഞു. ഈ മാലാഖ ആരോടെ ഈ പറയുന്നത്? എന്നെ അറിയുന്നവരോട് ആരാ ഉള്ളത്? സ്വർഗാണോ നരകാണോ ഇത്? മാലാഖമാരുള്ളതല്ലേ, സ്വർഗമായിരിക്കും. പരിചയമുള്ള മുഖം വാതിലും മറവിൽ കണ്ടു. ഗീതു. ഇവളും മരിച്ചോ? ആള് നോയി ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ഗീതു, നീഴപ്പടി മരിച്ച്? ഒറ്റ അടിയങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ പെണ്ണെ. മരിച്ചു വന്ന് നിന്റെ ബാത്റൂമിൽ ചോരയിൽ കുളിച്ചെടുക്കുന്ന കണ്ടപ്പോൾ നിന്റെ ജീവൻ പോയതാ. എങ്ങനെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് എനിക്കും നിന്റെ കണ്ണിന് മാത്രം അറിയാം. പാതി മരിച്ച മനസ്സുമായിട്ട് അവൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മരിച്ചില്ലേ? ഇത് ഹോസ്പിറ്റലാണോ? ഷേനോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോ ഞെക്കി കൊല്ലും. വാതിലൊരനക്കം കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് നോക്കി. കണ്ണൻ അഥവാ ശിവപ്രസാദ്. താനാണ് അവനെ കണ്ണനെന്ന് വിളിച്ചു തുടങ്ങിയത്. ഇവള് ചോദിക്കുവാ ഇവള് മരിച്ചില്ലേ എന്ന്. ഭയങ്കര നൈരാശ്യാ മരിക്കാത്തതില്. ശീതൾ കണ്ണനോട് പറഞ്ഞു. ഞാൻ കണ്ണന്റെ മുഖത്തേക്ക് നോക്കി. ഉറക്കം നഷ്ടപ്പെട്ട് കരഞ്ഞളന്ന കണ്ണുകൾ. അവൻ കീർത്തിയെ നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. എത്ര ദിവസമായി ഇവിടെ? 3. ബോധമില്ലായിരുന്നു 3 ദിവസം. ശീതൾ പറഞ്ഞു. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങും. മാലാഖ മുറിയിലേക്ക് കടന്നു വന്നു. അവർ പുറത്തേക്ക് നടന്നു. ചോദിക്കാൻ ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ചോദിക്കാൻ പറ്റിയില്ല. അവൻ വന്നിരുന്നോ, എന്നോട് സ്നേഹമാണോ വെറുപ്പാണോ കാണിച്ച് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മുറിയിലേക്ക് ഒരു ആൺമാലാഖ കൂടി കടന്നു വന്നു. കീർത്തിയുടെ അടുത്തേക്ക് കസേര അടുപ്പിച്ചിട്ടിരുന്നു. കീർത്തി, എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമില്ല. ഇനി കൈമുറിക്കണമെന്നുണ്ടോ? ഇല്ല. ഗുഡ്. തിരിഞ്ഞെന്ന് മറ്റേ മാലാഖയോട് പറഞ്ഞു. സിസ്റ്റർ, കീർത്തി 2 മണിക്കൂർ കൂടി ഒബ്സർവേഷൻ കിടത്തി കുഴപ്പമൊന്നുമില്ലെങ്കിൽ റൂമിലേക്ക് മാറ്റിക്കോ. ശരി ഡോക്ടർ, പോയിക്കോളൂ. ഞാൻ കീർത്തിയോടും സംസാരിക്കട്ടെ. ആ മാലാഖ പോയി. ഞാൻ സ്കാനിഷ്, ഇവിടുത്തെ ഫിസീഷ്യനാണ്. അത്യാവശ്യം സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. പ്രേമനൈരാശ്യായിരിക്കുമല്ലേ? കീർത്തി ഒന്നും മിണ്ടിയില്ല. ഈ പ്രായത്തിൽ ഇതൊക്കെ സഹിക്കാൻ പറ്റാത്തതാണെന്ന് എല്ലാവർക്കും തോന്നും. ബട്ട് ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് മനസ്സിലാവുന്ന ഒരു സമയമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നല്ല ജീവിതം അങ്ങ് പോവും. കീർത്തി കേട്ടിരുന്നല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. സ്കാനിഷ് അവളുടെ മുഖത്ത് നോക്കിയിരുന്നു. താൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടി, സ്വപ്നത്തിൽ കാണാറുള്ള പെൺകുട്ടിയുടെ അതേ ഓമനത്വം. ഇവളെ കണ്ട മുതൽ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കി. ജീവൻ കൊടുത്ത് സ്നേഹിച്ച ആൾ പറ്റിച്ചു പോയതുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇവൾക്ക് വേണ്ടിയല്ലേ താൻ കാത്തിരുന്നത്? എന്താ ഡോക്ടർ? നോട്ട് അസഹനീയമായപ്പോൾ കീർത്തി ചോദിച്ചു. ഒന്നുമില്ല. ഓക്കെ കീർത്തി, ഞാൻ ഇറങ്ങുന്നു. റൂമിലേക്ക് മാറ്റുമ്പോൾ കാണാം. എപ്പോഴോ മയങ്ങി. വീണ്ടും കണ്ണു തുറക്കുമ്പോൾ അരികിൽ കണ്ണനുണ്ടായിരുന്നു. അവന് ഉറങ്ങിയാണ്. കുറച്ചേരം അവരെ നോക്കിയിരുന്നു. ആ റൂമിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലായപ്പോൾ കീർത്തി പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ശബ്ദം കേട്ട് കണ്ണൻ ഉണർന്നു. എഴുന്നേറ്റോ? ഞാനൊന്ന് മയങ്ങി. പതിയെ, ഞാൻ സഹായിക്കാം. കണ്ണൻ അവളെ എഴുന്നേൽപ്പിച്ച് ആരിയിരുത്തി. അവനവളെ നോക്കി. ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേപ്പാ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കീർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ഉള്ളിലെ സങ്കടം മുഖത്തുണ്ടായിരുന്നു. തന്റെ കളിക്കൂട്ടുകാരനാണ് കണ്ണൻ. അറിവച്ച പ്രായം മുതൽ അവന്റെ കൈപ്പിടിച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു അന്നു മുതൽ. താൻ മരിക്കാൻ പോയപ്പോൾ ഈ മുഖം മനസ്സിൽ വരാത്തതെന്തേ? പാവം, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ലെന്ന് കണ്ടാൽ അറിയാം. അത്രയ്ക്ക് ക്ഷീണമുണ്ട് അവന്. സമയം എന്തായി? 7 മണി. സന്ധ്യയോട് ശീതനോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. എനിക്ക് വിശക്കുന്നു. നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമോ? കഞ്ഞിയും പയറായാലും മതി. അവൻ പോവാതെ മടിച്ചിരുന്നു. ഞാനിനി ഒന്നും ചെയ്യില്ല, പോയിട്ട് വാ. അവൻ പോയി. വിശപ്പ് തീരെയില്ല. താൻ കഴിച്ചില്ല, അവനൊന്നും കഴിക്കില്ല, അതുകൊണ്ട് വിശക്കുന്നെന്ന് പറഞ്ഞത്. 3 ദിവസം പട്ടിണിയായിരുന്നിരിക്കാം. തൻ്റെ സ്വാർത്ഥത അവനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്ന് ഓർത്തില്ല. സ്നേഹത്തിന് വേണ്ടി എടുത്തിയാടിയപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മറന്നുപോയത് എന്തേ? വീണ്ടും ഓർമ്മ പ്രണയ നൈരാശ്യത്തിലേക്ക് പോയി. അവൻ വന്നു കാണുമോ? ഓർക്കാൻ അധികം സമയം തരാതെ കണ്ണൻ വാതിൽ തുറന്നു. കിതക്കുന്നുണ്ടായിരുന്നു അവൻ. തനിച്ചാവാതിരിക്കാൻ ഓടി വന്നാണെന്ന് മനസ്സിലായി.
ഓടിയാണോ വന്നേ? ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ലപ്പാ. അവനൊന്നും മിണ്ടിയില്ല. കഞ്ഞി വിളമ്പി തന്നു. നീ കഴിക്കുന്നില്ലേ? നീ കഴിക്കാതെയോ? നീയൊന്നും കഴിച്ചില്ലല്ലോ ഇതുവരെ. കഞ്ഞി എടുക്ക്. അവൻ കഞ്ഞിയെടുത്ത് കഴിച്ചു തുടങ്ങി. അവന് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തു. ഒന്നും മിണ്ടാതെ അവനത് മുഴുവൻ കഴിച്ചു. പാത്രങ്ങൾ അവൻ തന്നെ കഴുകി വെച്ചു. മരുന്നുകൾ എടുത്തു തന്നു. വീട്ടിലേക്ക് വിളിച്ചറിഞ്ഞോ? ഇല്ല, അങ്കിളിനും എനിക്ക് വിഷമാവും, പറയണ്ട. അവന് നന്നായി ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നി. അവൻ ഉറങ്ങാൻ കൂട്ടാക്കുന്നില്ല. എന്തേ, ഉറങ്ങുന്നില്ലേ? ഇല്ല. ഞാനെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ? അവനൊന്നും മിണ്ടുന്നില്ല. 3 ദിവസം സുഖമായിട്ട് ഉറങ്ങിയോണ്ടാവണം എനിക്ക് ഉറക്കം വരുന്നില്ല. നീ ഇവിടെ കിടന്നുറങ്ങാൻ നോക്ക്. കട്ടിലൽപ്പം സ്ഥലം നീക്കിടുന്നൊരു കീർത്തി പറഞ്ഞു. അവനവളുടെ മുഖത്ത് നോക്കി. അതേ കുട്ടിത്തത്തിലാണ് അവൾ പറയുന്നത്. തന്റെ പഴയ കളിക്കൂട്ടുകാരി കിച്ചൂസായി. അവൾ ലേറ്റ് അണച്ച് അവളുടെ അടുത്ത് നിന്ന് കിടന്നു. ഇരുട്ടിൽ അവളുടെ കൈ തപ്പിയെടുത്ത് അവൻ തന്നെ മുഖത്തേക്ക് അമർത്തി. നീയില്ലാതെ എനിക്ക് പറ്റുവോടാ? നീയില്ലാതെ എനിക്ക് പറ്റുവോടാ? കുട്ടിക്കാലം മുതലേ ഒരുമിച്ചുണ്ടായിട്ട് ഒരു പ്രശ്നം വന്ന പിന്നെ തനിച്ചായി പോകാൻ പറ്റുമോ നിനക്ക്? എന്നെ ഒന്നും ഓർത്തു പോലുമില്ല നീ അങ്ങനെ ചെയ്തപ്പോ. നിശബ്ദമായ ഒരു കരച്ചിലിന്റെ എങ്കിൽ അവന്റെ കാതുകളിലെത്തി. നീ കറിയാണോ? അവൻ അവളുടെ കവിളിൽ തൊട്ടു. കണ്ണുനീർ ചാലുകൾ മുഖം നനച്ചിരിക്കുന്നു. എന്നെ വേണ്ടാന്നും പറഞ്ഞ പോയപ്പോ പിന്നെ ജീവിക്കാൻ തോന്നിയില്ലടാ. അതാ ഞാൻ. പിന്നെ ഒരു ഏങ്കിൽ. ഒന്നും പറയണ്ട, കിടന്നുറങ്ങ്. നീ ഉറങ്ങ്. അവൻ മയങ്ങി തുടങ്ങിയിരുന്നു. ആ കരവലയത്തിൽ കിടന്നുറങ്ങുമ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരിടമാണെന്ന് അവൾക്ക് തോന്നി. എന്നാലും 3.5 വർഷമായ പ്രണയത്തിലാണ് വിരാമം വിട്ട് പോന്ന്. അവൻ കാണാൻ വന്നിരുന്നോ എന്ന് ചോദിക്കാനുള്ള ധൈര്യമുണ്ടായില്ല. വന്ന് കാണുമോ അവൻ? അവന്റെ ഓർമ്മകളിലേക്ക് ഊപ്പൂത്തലായിരുന്നു. പിന്നെ +1 പഠിക്കാൻ കണ്ണൻ പഠിക്കുന്ന സ്കൂളിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ച താനായിരുന്നു. അച്ഛനും അമ്മയും അത് സമ്മതിച്ചു. കണ്ണന്റെ സ്കൂളിൽ ചെല്ലുമ്പോഴും കണ്ണനെ കാണാനായും ധൃതി. കണ്ണനെ കണ്ട് അവൻ ഓടി അടുത്തു വന്നു. എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ചു തന്നു. കണ്ണനുണ്ടെന്ന വിശ്വാസത്തിൽ അച്ഛനും അമ്മയും വീട്ടിൽ പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ണന്റെ കൂടെയുള്ള വരവും പോക്കും അവന്റെ ബാച്ചിലെ പിള്ളേർക്ക് സഹിച്ചില്ല. അവന്മാരൊരു ദിവസം തന്നെ കാണാൻ വന്നു. എന്താടി ശിവപ്രസാദായിട്ട് നിനക്കൊരു ചുറ്റിക്കളി? അവന്റെ കസിനാണ് ഞാൻ. എന്നിട്ട് അതുപോലെ നല്ലല്ലോ തോന്നുന്നത്. കണ്ണു നിറഞ്ഞു വരുന്ന കീർത്തി അറിഞ്ഞു. നിന്റെ പൂങ്കണിയിലൊന്നും വേണ്ട. അപ്പോഴാണ് അവൻ ആ വഴി വന്നത്. എന്താടാ? ഏയ് ഒന്നുമില്ല, ശിവപ്രസാദിന്റെ കസിനാണെന്ന്. എന്നാലും എല്ലാം ക്ലാസ്സിലേക്ക് പോയി. അവന്മാര് തിരിഞ്ഞിടന്നു. അവൻ തന്നെ കണ്ണുകളിലേക്ക് നോക്കി. ശിവപ്രസാദ് പറഞ്ഞിട്ടില്ലേ സീനിയേഴ്സിനോട് മിണ്ടണ്ടെന്ന്? ഇല്ല. എന്നാലും ഈ അവന്മാരെ വിളിച്ചാൽ മൈൻഡ് ചെയ്യണ്ട, ക്ലാസ്സിൽ പോ. പിന്നെ ശിവയോടൊന്നും പറയണ്ട. തലയാട്ടിയുടെ ക്ലാസ്സിലേക്ക് നടന്നു. അതായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. പിന്നീട് എപ്പോഴേക്കും അവനെ കണ്ടു. സ്കൂളിൽ നല്ല പയ്യനായിരുന്നു. അറിയില്ല പഠിപ്പിസ്റ്റാണോന്നും അറിയില്ല. പക്ഷേ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ആരാധനാ കഥാപാത്രമായിരുന്നു അവൻ. പാട്ട്, ഡാൻസ്, ഗെയിംസ്, സ്പോർട്സ് എന്നിവ കൂടാതെ ചെണ്ടോട്ടിനും പോകാറുള്ളവൻ. താൻ എന്നാണ് അവനെ ശ്രദ്ധിച്ച്. യൂത്ത് ഫെസ്റ്റിവലിൽ സംഘനൃത്തത്തിനിടയ്ക്ക് എപ്പോഴോ തന്റെ കണ്ണുകൾ അവനിൽ ഉടക്കി. ആ കണ്ണുകളിൽ താൻ മാത്രം നിറഞ്ഞു നിൽക്കുന്നതായി താൻ കണ്ടു. സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോൾ കണ്ണൻ വന്ന് കൈപിടിച്ച് കൊണ്ടുപോകുമ്പോഴും ആ കണ്ണുകൾ തന്നെ പിന്തുടരുന്നതായി തോന്നി. കണ്ണനിൽ നിന്ന് ആദ്യമായി മറച്ചു പിടിച്ച സത്യം അതായിരുന്നു. അവന്റെ കൂട്ടുകാരന്റെ കണ്ണുകളിൽ തന്നെ കാണുമ്പോഴുള്ള വികാരം എന്താണെന്ന് ഊഹിക്കാനാവുമായിരുന്നില്ല. ഓണത്തിന് കസവുസാരിൽ സ്കൂളിലൂടെ നടക്കുമ്പോഴും ആ കണ്ണുകൾ കാണാതിരിക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു മനസ്സിൽ. എന്നാലും ചെന്ന് വീഴുന്ന അവൾക്ക് മുമ്പിൽ, അതും കണ്ണന്റെ കൂടെ. കണ്ണൻ തന്നെ അടുത്തേക്ക് വിളിച്ചു. എടാ, ഇതെന്റെ കസിൻ കീർത്തി, കിച്ചു എന്ന് വിളിക്കും. കിച്ചു, ഇത് മനീഷ്, മനു എന്ന് വിളിക്കും. താൻ ചിരിച്ചു. അവനും. അന്നാണ് അവന്റെ പേര് തനിക്ക് മനസ്സിലായത്. അത്രയും നാൾ തന്നെ പിന്തുടർന്ന നീലപ്പളങ്കുമണി കണ്ണുകളുടെ ഉടമയുടെ പേര് മനു എന്നാണ്. എന്താണെന്ന് മനസ്സിലൊരു വേലിയേറ്റം നടന്ന് അറിയില്ല. തന്നെ വിളിച്ച് കണ്ണൻ നടന്നകലുമ്പോൾ താൻ തിരിഞ്ഞു നോക്കി. ആ കണ്ണുകൾ തന്നിൽ തന്നെയായിരുന്നു. ഒരു നറു പുഞ്ചിരിയും. കണ്ണനോട് പറയണോ വേണ്ടോ എന്നതായിരുന്നു മനസ്സിലെ ശങ്ക. പറയാത്തൊന്നും ജീവിതത്തിലില്ല. ഇതാദ്യമായിട്ടാണ് മനസ്സിലൊരു ശങ്ക മുളക്കുന്നത്. പറയാൻ മാത്രം ഇതിൽ എന്താണ്? ഒന്നുമില്ല. ഒരു ചെക്കൻ നോക്കുന്നു, അതുകൊണ്ട് തനിക്കെന്താണ്? അത് തന്നെ ഒരു മാറ്റവും വരുത്തുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം കണ്ണനോട് പറയണ്ട. അങ്ങനെ അവരുടെ +2 കാലം അവസാനിച്ചു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മോഹമായി പടിയിറങ്ങിയ കണ്ണൻ മറ്റൊരു നഗരത്തിലെ കോളേജിലേക്ക് എന്നെ തനിച്ചാക്കി ചേക്കേറി. അതും തിരുവനന്തപുരം എന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക്. ഈ എറണാകുളത്തേക്ക് നല്ല കോളേജിലായിട്ടാണോ അവൻ അങ്ങോട്ട് പോയത്? അവനെ കുറ്റപ്പെടുത്തി. അവനും ഒരു ഫ്രണ്ടും പോയതിൽ പിന്നെ താൻ ഒറ്റക്കായി. പക്ഷെ എല്ലാവർക്കും പ്രിയമായിരുന്നുകൊണ്ട് ആ ഒറ്റപ്പെടൽ ആഘോഷമാക്കി. അങ്ങനെ കണ്ണനില്ലാതൊരു വർഷം തൻ്റെ ജീവിതത്തിൽ ആദ്യം. അതിനിടയിൽ ബാച്ച്മേറ്റിന്റെ പ്രേമാഭ്യർത്ഥനയും. അതെന്തോ കുട്ടികളെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മാത്രമേ എനിക്കായുള്ളൂ. കാരണം ആ നീല പളുങ്കുമണി കണ്ണുകൾ എന്നെ അത്രയും സ്വാധീനിച്ചിരുന്നു. കണ്ണനൊന്നും ഫോൺ വിളിക്കുമായിരുന്നു. +2 വെച്ച് അച്ഛൻ വാങ്ങി തന്ന ആ കുഞ്ഞു ഫോണിൽ കണ്ണൻ്റെ അല്ലാതെ മറ്റാരുടെയും നമ്പറില്ലായിരുന്നു. തൻ്റെ ഡാൻസും പാട്ടുമായി അത്യാവശ്യം നല്ല മാർക്കുമായി +2 പാസ്സായി. ഇനി എന്തെന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കണ്ണൻ വന്ന് എഞ്ചിനീയറിംഗ് മോഹം തലക്കുള്ളിലാക്കി തന്നു. അതും കണ്ണന്റെ കോളേജിലേക്ക്, തിരുവനന്തപുരം. അനന്തപുരം എന്ന പഴയ പേരിലെ അനന്തന്റെ നാട്ടിലേക്ക് പോകുന്ന സ്വപ്നം കാണലായിരുന്നു പിന്നീട്. ആദ്യം വീട്ടിലാരും സമ്മതിച്ചില്ല. കരഞ്ഞും പട്ടിണിയിടന്നും സമ്മതിപ്പിച്ചു.
അങ്ങനെ താൻ അനന്തര നാട്ടിലേക്ക് വണ്ടി കയറി. കോളേജിൽ വെച്ചാണ് കണ്ണനെ കാണുന്നത്. തന്നെ കണ്ടപ്പോഴുള്ള അവന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. +2 പോലെ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി തന്ന കണ്ണനാണ്. അവന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോഴാണ് +2 ബാച്ചിലെ കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് ചേക്കേറിയ കാര്യം മനസ്സിലാക്കുന്നത്. എല്ലാവരും കണ്ണന് നല്ല ഫ്രണ്ട്ലി ഇഷ്ടപ്പെട്ടവർ. അപ്പോഴെന്റെ മനസ്സ് പോയത് ആ പളുങ്കുമണി കണ്ണുകളുടെ ഉടമയിലേക്കാണ്. അയാൾ ഇവിടെ ഉണ്ടാകുമോ? അപ്പോഴേക്ക് അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞു. ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ ശരിയായി. നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. ഡ്രസ്സും സാധനങ്ങളും എടുത്തു വെക്കാൻ അച്ഛനും കണ്ണനും സഹായിച്ചു. അമ്മയ്ക്ക് റൂം ഇഷ്ടപ്പെട്ടു. റൂമിൽ ഒരാളും കൂടി വരാനുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡും 2 ബെഡും 2 ടേബിളും ഉണ്ട്. വൃത്തിയുള്ള റൂം. അച്ഛനും അമ്മയും പോകാൻ മടി കാണിച്ചു. സാധാരണ ഹോം സിക്കുള്ള തനിക്ക് ഇപ്പോഴും കുറച്ച് സങ്കടം വന്നെങ്കിലും കാണാനുള്ള കൊണ്ട് സമാധാനിച്ചു. അച്ഛനും അമ്മയും പോയി. കണ്ണനും സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു. അത്യാവശ്യം ചായ ഉണ്ടാക്കാനും പാചകത്തിനും വേണ്ട സാധനങ്ങൾ അമ്മയുടെ നിർബന്ധം കൊണ്ട് വാങ്ങിയിരുന്നു. എല്ലാവരും പോയപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. അപ്പോഴാണ് വാതിൽ തുറന്ന അകത്തേക്കാരോ കയറി വന്ന് തന്റെ റൂംമേറ്റ് തോന്നുന്നു. ഒരു നാടൻ കുട്ടിയായിരുന്നു. ഹായ്, ഞാൻ ശീതൽ. ഇതാണ് എന്റെ മുറിയുന്ന മേട്ടം പറഞ്ഞു. ഇതന്നെയായിരിക്കും, ഒരാളുടെ ഒഴിവുണ്ട് ഇവിടെ. ആൾ ബാഗും സാധനങ്ങളും എടുത്തു വെച്ചു. അമ്മയച്ഛനും വന്നാ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഷോകാക്കും. വെറുതെ എന്തിനാ? ഞാൻ കീർത്തി, എറണാകുളത്തുനിന്നാ. ഞാനും കൊച്ചിക്കാരിയാ, പള്ളുരുത്തി. അങ്ങനെ ഞങ്ങളങ്ങ് കൂട്ടായി. അവളും തന്നെ ബാച്ചായിരുന്നു. വൈകിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി. മെസ്സിൽ ചേച്ചിമാരും ഉണ്ടായിരുന്നു. അവരോരോ ജൂനിയർ കുട്ടികളെയും നോട്ടം കൊണ്ട് അളന്നു നോക്കിയാണെന്ന് തോന്നി. നാളെ മുതൽ റാഗിംഗ് ഉണ്ടാവും. അതൊരു കടമ്പയാണ്. പിറ്റേന്ന് രാവിലെ റെഡിയായി ഫുഡും കഴിച്ചിറങ്ങി. കോളേജിന്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റലെങ്കിലും 10 മിനിറ്റ് നടന്നാലേ കോളേജിലെത്തൂ. അത്രയും വലിയ കോളേജായിരുന്നത്. ഏക്കർ കണക്കിന് സ്ഥലം, നല്ല ഭംഗിയിൽ രൂപകൽപ്പന ചെയ്ത കെട്ടിടങ്ങൾ. ഇറങ്ങുന്നതിന് മുമ്പ് കണ്ണൻ വിളിച്ചിരുന്നു. D ബ്ലോക്കിലാണ് ക്ലാസ്. D ബ്ലോക്കിന് മുമ്പിൽ ഒരു വാഗമരം ഉണ്ടാവും. അതിനടുത്ത് നിൽക്കാമെന്നാണ് അവൻ പറഞ്ഞത്. വാഗമരത്തിന്റെ അടുത്തെത്തിയതും പിന്നിൽ നിന്നൊരു വിളി. ആ നീല ചുരിദാർ റെഡ് ചുരിദാറിട്ട പിള്ളേരിങ് വന്നേ, ചേട്ടന്മാര് ചോദിക്കട്ടെ. നോക്കുമ്പോൾ 6-7 ചേട്ടന്മാരും ചേച്ചിമാരും ഉൾപ്പെടുന്ന ഒരു കൂട്ടം. അവരാക്കി ചിരിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. അവരുടെ അടുത്തായി 2 ആൺകുട്ടികൾ ഷർട്ടിടാൻ നിൽക്കുന്നു. കാണുമ്പോൾ തന്നെ പേടിയാവും. ഞാനും ശീതവും മുഖത്തോട് മുഖം നോക്കി. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞ്? ഒരാൾ ചൂടായി. ഞങ്ങൾ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു. അതെ, ആ പിള്ളേരങ്ങ് വിട്ടേക്ക് ചിത്തുവേ. അവനെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ പുറകിൽ നിന്ന് കണ്ണന്റെ ശബ്ദം കേട്ടു. ശിവ, ഫസ്റ്റ് ഇയർ പിള്ളേർ കോമണാ. അതിൽ വേറെ ബാച്ചൊന്നുമില്ല. നിങ്ങളുടെ ജൂനിയർ പിള്ളേരും ഞങ്ങളുടെ ജൂനിയർ പിള്ളേരും ഈ കാര്യത്തിൽ ഒന്ന് തന്നെയാ. ഇത് ബാച്ചിന്റെ പ്രശ്നം എന്നല്ലേ ചിത്തുവേ. ഇതെന്റെ കസിനാ. ഞാൻ പറഞ്ഞിട്ട് ആളോട് ചേർന്നു. അങ്ങനെയുള്ള ഇവിടെ ഒരു പോറൽ പോലെ നിൽക്കാതെ കൊണ്ടടക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് അവർ വിട്ടേര്. കണ്ണൻ വായിന്ന് ആഗ്യം കാണിച്ചു. ഞാൻ ശീതനെ വിളിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു. കണ്ണന്റെ കൂടെ +2 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ തന്നെ നോക്കി ചിരിച്ച് പരിചയം പുതുക്കി. കണ്ണൻ അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. നടക്കുന്ന വഴിയിൽ ശീതുവിനെ അവൻ പരിചയപ്പെട്ടു. അങ്ങനെ നടക്കുമ്പോഴാണ് കുറച്ചു ദൂരെ പരിചയമുള്ള മുഖം കണ്ടത്. ആളൊരു പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി മറഞ്ഞു. ദൈവമേ, ഇത് അവനല്ലേ? പല രാത്രികളിലും തന്റെ ഉറക്കം കളഞ്ഞ നീല പളുങ്കുമണി കണ്ണുകൾക്കുടമ. അവന്റെ കൂടെയുള്ള പെൺകുട്ടി ഏതാ? ഹൃദയമിടിക്കുന്ന കോളേജ് മുഴുവൻ കേൾക്കുമോ എന്ന് ഭയന്നു പോയി ഞാൻ. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഒന്നുകൂടി ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. ക്ലാസ്സിലേക്ക് കയറിയിട്ട് മനസ്സ് പോയത് പുറത്തേക്കാണ്. അവർ തമ്മിൽ എന്തായിരിക്കും? കണ്ണൻ ക്ലാസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ പോയി. ക്ലാസ്സിലെ കുട്ടികളെ പരിചയപ്പെടായിരുന്നു. എല്ലാവരെയും പരിചയപ്പെട്ടു. റാഗിംഗ് നടക്കാൻ പോകുന്ന ഭയമായിരുന്നു എല്ലാവർക്കും. ടീച്ചേഴ്സ് ഓരോരുത്തരായി വന്ന് ക്ലാസ് എടുത്തു. ഇന്റർവെൽ സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ പുറത്തിറങ്ങി. പോയി തിരിച്ചു വരുമ്പോൾ കുറെ ചേട്ടന്മാർ ക്ലാസ്സിലുണ്ടായിരുന്നു. ചേച്ചിമാർ വന്നു തുടങ്ങുന്നു. ക്ലാസ്സിലേക്ക് കയറിയതൊരു ചേട്ടൻ നിൽക്കാൻ പറഞ്ഞു. ആരോട് ചോദിച്ചിട്ടാ നീ ക്ലാസ്സിലേക്ക് കയറിയത്? പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന എന്തിനാ? മര്യാദക്ക് പുറത്തിറങ്ങി അനുവാദം ചോദിക്കുക. ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. കണ്ണനും കൂട്ടിനും പുറത്ത് നിൽക്കുന്നുണ്ട്. കൂടെ അവനും ഉണ്ട്. ഞാൻ കണ്ണനെ നോക്കി. അവൻ സാറിൽ നിന്ന് കണ്ണടച്ച് കാണിച്ചു. ധൈര്യമായി അകത്തേക്ക് കയറി പോയിക്കൊള്ളാനും. എനിക്ക് മനസ്സിലായി അകത്തിരിക്കുന്ന അവരുടെ സീനിയർമാരാണെന്ന്. ചേട്ടാ, ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ? കയറുക. അകത്തേക്ക് കടന്ന് ശീതുവിനെ ഒരു ചേട്ടൻ വിളിച്ചുകൊണ്ടുപോയി. നീ വന്നേ. കൂട്ടത്തിലൊരു വെള്ളാരം കല്ലിന് നിറമുള്ള കണ്ണുകളോടുകൂടി ഒരു ചേട്ടൻ തന്നെ വിളിച്ചു. നീ അവർ ക്ലാസ്സിൽ കയറണ്ട, വാ നമുക്ക് ഈ കോളേജിൽ ചുറ്റിക്കാണാൻ പോവാം. ഞാൻ ദയനീയമായി ആ ചേട്ടനെ നോക്കി. നടക്ക്. ആ ചേട്ടൻ നടന്നു കഴിഞ്ഞു. പുറകെ പോകാത്ത അറിവില്ലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ണനും കൂട്ടിനും തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പുറകെ നടന്നു. നിന്നോട് എന്റെ വാലി തൂങ്ങി നടക്കാനല്ല, എന്റെ ഒപ്പം നടക്കാനാ പറഞ്ഞേ. ഞാൻ വേഗം ആ ചേട്ടനൊപ്പം ഓടിയെത്തി. നിന്റെ പേരെന്താ? കീർത്തി. വാലൊന്നില്ലേ? കീർത്തി കൃഷ്ണൻ. വീടെവിടെയാ? എറണാകുളം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും. ബ്രദറും സിസ്റ്ററും ഒന്നുമില്ലേ? ഇല്ല, ഒറ്റ മോളാ. ഇവിടെ എങ്ങനെ എത്തി? കണ്ണന്റെ പേര് പറയണോ വേണ്ടിയെന്ന് സംശയമായിരുന്നു. പിന്നെ പറയാന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നാളെ അറിഞ്ഞാൽ അത് മതി. എന്റെ കസിനുണ്ട് ഇവിടെ, സെക്കൻഡ് ഇയറിലെ ശിവപ്രസാദ്. ഓ, ശിവയുടെ കസിനാണോ നീ? നിനക്ക് പ്രേമ പോലെ ഉണ്ടോ? മനസ്സ് പറഞ്ഞു. ഉണ്ട്. നീലപ്പളുങ്കുമണി കണ്ണുകൾക്കുടമ. ഇനി ആരെങ്കിലും പ്രേമിക്കാൻ ഉദ്ദേശമുണ്ടോ? അവൾ ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.